ഇന്ന് രാവിലെ ഒക്കെ സംസാരിച്ചതാണ്. അതാ ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ജാമ്യമില്ല, 14 ദിവസത്തെ റിമാൻഡ്. അപ്പോഴാണ് ബോബി ചെമ്മണ്ണൂർ കുഴഞ്ഞു വീഴുന്നത്. കോടതി മെറിറ്റിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാമൻപിള്ള സാർ അടക്കം സൂചിപ്പിച്ചത് കാലതാമസം ഉണ്ടായി തുടങ്ങിയ വളരെ നിയമം അനുശാസിക്കുന്ന വാദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ദ്വയാർത്ഥം ശരിയാണെന്ന് ആരും ന്യായീകരിച്ചില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ദ്വയാർത്ഥ തമാശയ്ക്ക് വേണ്ടി 1 വർഷത്തെ അദ്ദേഹത്തിന് ജയിലിലിടണോ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. BNS സെക്ഷൻ 75 4 ഉപവകുപ്പ് പ്രകാരമാണ് അതിന് കേസെടുക്കുന്നെങ്കിൽ 1 വർഷത്തോളം അദ്ദേഹത്തിന് ശിക്ഷയ്ക്ക്. രാഹുൽ, ഇത് ഇന്നലെയും ഇന്നൊക്കെ തുടരുന്നതാണ്. അദ്ദേഹം ഇത് പറഞ്ഞതിന്റെ പേരിൽ 1 വർഷം ജയിലിലിടണോ? ഒരാൾ ചെയ്താൽ അതിന്റെ തെറ്റിന്റെ ശിക്ഷ അയാൾ അനുഭവിക്കട്ടെ. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളിലേക്ക് പോകട്ടെ. അത് തെറ്റ് ചെയ്തയാളും അത് അനുഭവിച്ചവരും തമ്മിലാണ്. അനുഭവിച്ചവര് ക്ഷമ സ്വീകരിക്കണമെന്നും രാഹുൽ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ മറ്റൊരാൾക്ക് സത്യത്തിൽ ഒരു അത്തരത്തിലൊരു അഭിപ്രായം പറയേണ്ട ആവശ്യം പോലുമില്ല. കോടതി പറയുന്ന കാര്യമാണ്. കോടതി ഇപ്പോൾ നമ്മൾ പ്രോസിക്യൂഷന്റെ അഭിഭാഷകയുടെ പ്രതികരണം കേട്ടതാണ്. അവർ ഉന്നയിച്ച വാദങ്ങളൊക്കെ കോടതി വളരെ ഗൗരവമായി തന്നെ എടുത്തുകൊണ്ടാണല്ലോ ഈ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ബിനിൽ നേരത്തെ രാഹുൽ കേട്ടാണെന്ന് ഞാൻ കരുതുന്നു. ബിനിൽ സൂചിപ്പിച്ചു, ഒരു കുഴപ്പമില്ലാതിരുന്ന ബോബി ചെമ്മണ്ണൂർ പെട്ടെന്ന് അങ്ങ് ഇരുന്ന് വീഴുന്ന അവസ്ഥയാണ്. അതായത് ഇന്നത്തെ ജയിൽവാസം ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് പോലും അതിനെ വ്യാഖ്യാനിക്കാൻ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും ഇങ്ങനെ കുഴഞ്ഞു വീണിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോഴും ഈ 1 വർഷം ഉള്ളിൽ കിടക്കണോ, ഇതിന്റെ പേരിൽ ഉള്ളിൽ കിടക്കണോ എന്ന ചോദ്യത്തിന് എന്താ അർത്ഥമാണ് രാഹുൽ ഉള്ളത്? അവിടെ തീർച്ചയായും അർത്ഥമില്ലേ? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ തമാശയെ പ്രോത്സാഹിപ്പിക്കാത്ത വ്യക്തിയാണ് ഞാൻ. അത് ശരിയല്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അങ്ങനെയാണെങ്കിൽ ആ തമാശ ഒരാളെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉതകുന്ന ശിക്ഷ, അതിപ്പോ ആരായാലും നമ്മൾ ആരായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതിന് നിയമനിഷ്ഠിക്കുന്ന നടപടികൾ പോട്ടെ. നിങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, ഹണിക്ക് വിഷമം തോന്നിയെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ഇതേ തമാശ ഇതിനേക്കാൾ കടുപ്പ രൂപത്തിൽ ജയസൂര്യ നമ്മുടെ ട്രിവാൻഡ്രം ലോഡ്ജിൽ ഹണി റോസിനോട് പറയുന്നുണ്ട്, ലാലേട്ടൻ മോൺസ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോ ഇത്തരം സിനിമയിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഡയലോഗ് അല്ലേ? അത് സെൻസർ ബോർഡും ഒക്കെ കേട്ട ശേഷം വരുന്നല്ലേ? സിനിമയിൽ കഥാപാത്രങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണോ നമ്മൾ ജീവിതത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മഹാനടനായ മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ? മമ്മൂട്ടി കസബയിൽ ആക്രമിക്കാനും മമ്മൂട്ടി പറയുന്നത് തെറ്റാണെന്നും പുരുഷവാദിയാണെന്നും നമ്മുടെ ഫെമിനിസ്റ്റുകൾ മമ്മൂട്ടി ആക്രമിച്ചില്ലേ? അന്ന് ഈ മിതത്വം ആരും കാണിച്ചില്ലല്ലോ. അപ്പം പുരുഷനെ എങ്ങനെങ്കിലും തെറ്റുകാരനാക്കണമെന്നൊരു മനോഭാവം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും ബോച്ചയാണെങ്കിലും ആണുങ്ങൾ എപ്പോഴും തെറ്റുകാരാണ്, സ്ത്രീകൾ എപ്പോഴും ശരിയാണ് എന്നൊരു പൊതുബോധം നിർമ്മിക്കരുത്. എന്തായാലും കേസിന്റെ മെറിറ്റ് കേൾക്കുമെന്നാണ് അവർ കൂടുതൽ അപ്പീലിനും മറ്റു പോകും. കേസിന്റെ മെറിറ്റിൽ കേൾക്കും. അതിനുശേഷമേ നമുക്ക് കോടതിയുടെ മനസ്സറിയാൻ കഴിയുമെന്ന് മറക്കരുത്. ശരി രാഹുൽ ഈശ്വർ, എന്തായാലും രാഹുലിന്റെ പ്രതികരണത്തിന് നന്ദി.